നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം ഏറെ അഭിമാനത്തോടുകൂടി പ്രകടമാക്കിയ പ്രതിരോധശേഷി, അത് നമ്മുടെ ജനത്തിന് നൽകിയ സുരക്ഷ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുകയാണ്. ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നയതന്ത്ര തലത്തിൽ നമ്മൾ അനുവർത്തിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ മറുപടി ആയിരുന്നില്ല ഇത്രയും ദിവസവും കിട്ടിയത്, അല്ലെങ്കിൽ മറുപടി പോലും ആയിരുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് സേന വളരെ സാങ്കേതികമായും ഉത്തരവാദിത്തപരമായും ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി എന്ന രീതിക്കുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇന്നിപ്പോൾ 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്ത്യൻ സൈന്യം നടത്തിയ വീരോചിതമായ പ്രത്യാക്രമണത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ കീഴടങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്. അപ്പം മെയ് 11 രാവിലെ ആയിരുന്നല്ലോ, അല്ല 3:35 പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയെ വിളിക്കുന്നത്, ഇന്ത്യയുടെ അതേ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നത്. അപ്പോൾ മെയ് 8 നമ്മൾ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, പറഞ്ഞ ഈ ഒരു സംഘർഷം ഇറ്റ് ഈസ് ഫണ്ടമെൻ്റലി നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ്. എന്നാൽ മെയ് 9 അർദ്ധരാത്രി പാകിസ്ഥാൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള എയർ ബേസസ്, വ്യോമത്താവളങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എയർബേസാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്. നൂർഖാൻ എയർബേസിൻ്റെ തൊട്ടടുത്ത് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കമാൻഡ് ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റാവൽപിണ്ടി നൂർഖാൻ എയർബേസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡിഗ്നിറ്ററീസ്, രാഷ്ട്രത്തലവന്മാരൊക്കെ വരുമ്പോൾ ഇറങ്ങുന്ന എയർബേസാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ റീഫ്യൂലിംഗ് കപ്പാസിറ്റിയുള്ള, അതുപോലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള എയർബേസിൽ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തു. അത് പാകിസ്ഥാൻ വാസ്തവത്തിൽ ഞെട്ടിച്ചത് ആ എയർബേസിലെ സ്ട്രൈക്ക് മാത്രമല്ല, അതിന് ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ന്യൂക്ലിയർ കമാൻഡ് ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ആ കമാൻഡ് ഫെസിലിറ്റി അത് നിർവീര്യമാക്കിയാൽ, അല്ലെങ്കിൽ അതിനെ ഒരു ആക്രമണം നടന്ന് അതിൻ്റെ ശിരച്ഛേദം സംഭവിച്ചാൽ പാകിസ്ഥാൻ്റെ ആ ന്യൂക്ലിയർ അംബ്രല അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോഗെ എന്ന ആണവ കുട്ടിച്ചാത്തൻ എന്നുള്ള ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെ നടക്കില്ല. ഇങ്ങനെ ഇത്തരം എയർബേസുകൾ ഇപ്പം യുദ്ധത്തിൽ പരസ്പരം ഡാമേജ് ഉണ്ടാവും. പാകിസ്ഥാൻ മാധ്യമങ്ങൾ, മറ്റ് പല മാധ്യമങ്ങളും ഇന്ത്യക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ഈ ഭാഗത്തും ആ ഭാഗത്തും ഉണ്ടാവും. പക്ഷേ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മെയ് 9, 10 തീയതികളിൽ പ്രത്യേകിച്ചും റാവൽപിണ്ടിയിൽ, കറാച്ചിയിൽ, ലാഹോറിൽ, ഇസ്ലാമാബാദിന് അടുത്തൊക്കെ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു. അത് പാകിസ്ഥാനെ ഞെട്ടിച്ചു. ഈ JD വാൻസ്, നൺ ഓഫ് അവർ ബിസിനസ് എന്ന് പറയുന്ന JD വാൻസും മാർക്കോ റൂബിയോയും ബിൽ ക്ലിൻ്റണും ഉണർന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് വായിച്ച ഇന്നലത്തെ ന്യൂയോർക്ക് ടൈംസിലെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, അതിൽ പറയുന്നത് ഇതാണ്: ഇങ്ങനെ നൂർഖാൻ എയർബേസ് ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഈ അമേരിക്ക ഉണരുകയും ഈ പാകിസ്ഥാനിലെ എല്ലാവരെയും, അസീം മുനീർ, ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അസീം മാലിക്, അതുപോലെ ഇന്ത്യയിലെ കൗണ്ടർ പാർട്സ്, അവരെയൊക്കെ വിളിച്ചു. പാകിസ്ഥാൻ അങ്ങോട്ട് പറയുകയായിരുന്നു അത്രേ, ഇത് ഞങ്ങളുടെ ന്യൂക്ലിയർ കമാൻഡ് ഫെസിലിറ്റി പോലും ഏത് നിമിഷവും തകർക്കപ്പെടാമെന്നുള്ള സ്ഥിതിയാണ്, അപ്പോൾ ഇടപെടണം എന്ന് പറയുകയും അമേരിക്ക അങ്ങനെ പാകിസ്ഥാന് വേണ്ടി ഇടപെട്ടതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് പോലും പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കൗണ്ടർ പാർട്സിനെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ യുദ്ധം നിർത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും നിർത്തും, അവർ യുദ്ധം തുടരാനാണ് തയ്യാറെങ്കിൽ ഞങ്ങൾ കൂടുതൽ തീവ്രതയോടെ ആക്രമിക്കും എന്ന് പറയുന്നത്. പക്ഷേ മാർക്കോ റൂബിയോ, ട്രംപ് പറഞ്ഞു 1000 കൊല്ലത്തെ യുദ്ധമാണ് കാശ്മീർ യുദ്ധം. അതൊക്കെ ട്രംപിന് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. 47 ആരംഭിച്ച കാശ്മീർ പ്രശ്നം 47 മുതലാണ്. പക്ഷേ മാർക്കോ റൂബിയോ അതൊക്കെ കടന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ
പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം, പ്രത്യേകിച്ച് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഒരു ന്യൂട്രൽ, ഒരു നിഷ്പക്ഷ രാജ്യത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ അമേരിക്ക സന്നദ്ധമാണ്. ട്രംപ് മീഡിയേഷൻ എന്നുള്ള വാക്കുപയോഗിച്ചു. അപ്പോൾ അത് ഇന്ത്യ തള്ളിക്കളഞ്ഞു. അത് ശരിയാണ്, പ്രധാനമന്ത്രി അടക്കം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ കാശ്മീർ പ്രശ്നത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകളാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, 1990കളുടെ മധ്യത്തിൽ ഐക്യ ഗുജറാളിനോട് ബ്രിട്ടൻ കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾ ക്രിയാത്മകമായി ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ ഐക്യ ഗുജറാൾ ബ്രിട്ടനോട് പറഞ്ഞത് നിങ്ങളുടെ ദുർബലമായ കരം ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. അതുപോലെ ചുട്ട മറുപടി അന്ന് തന്നെ കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ വൈകിയാണെങ്കിലും കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ട എന്ന് അസന്നിഗ്ധമായി ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാശ്മീർ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കുന്ന പ്രശ്നമാണെന്ന് ഷിംല കരാറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതിൽ ഇനി അമേരിക്കയല്ല ആര് വന്നാലും, ട്രംപ് ആര് വന്നാലും നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി, പക്ഷേ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അത് ലോകത്തെ ഏത് ശക്തിയാണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ഇന്ത്യ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്.